സുമിത്ര മേഡം, ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയൂ? ഈ വീട്ടിൽ ആരാ താമസിക്കുന്നത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിനെങ്ങനെ നമുക്ക് ഓർമ്മ ഉണ്ടാവുക? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് പ്രചരണത്തിനല്ലേ വന്നത്, പിന്നെ ജയിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. രമേശ്, അതൊന്നും ഇവിടെ പറയരുത്. നമുക്ക് മാക്സിമം വോട്ട് പിടിക്കണം. മേഡം, നമ്മൾ രണ്ടുപേരും മാത്രമല്ലോ കേട്ടോ. മേഡം ഒന്ന് കട്ടയ്ക്ക് നിന്നാൽ മതി, ബാക്കി ആരും രമേശനായിട്ട്. നമ്മുടെ പാർട്ടിയിലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ? അവരൊക്കെ ഏതൊക്കെയോ വഴിക്ക് പോയി കിടക്കുക. ആവശ്യ സമയത്ത് നമുക്ക് ഒരാളെ കിട്ടില്ല. ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ല. എന്തായാലും രമേശൻ വാ, നമുക്ക് പോയി നോക്കാം. അതെ, മേഡം കട്ടയ്ക്ക് നിൽക്കണം കേട്ടോ, ബാക്കി രമേശനേറ്റു. അത് ഞാൻ ഇവിടെ ആരുമില്ലേ? ആരാ? വല്യമ്മച്ചിക്ക് ഇത് അറിയില്ലേ? ഇത് നമ്മളെ KKB സ്ഥാനാർത്ഥി സുമിത്ര മേഡം. ആ നോക്ക് രമേശ, ഈ വല്യമ്മച്ചിനെ കാണാൻ എന്താ ഐശ്വര്യം. ഇത് ഞാനങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു സുമിത്ര മേഡം. എന്നെ കണ്ട എല്ലാരും അങ്ങനെ തന്നെ പറയല്. അല്ല, ഇവിടെ താമസിക്കുന്ന മറ്റുള്ളവരൊക്കെ എവിടെ? അവരൊരു കല്യാണത്തിന് പോയതാ. അല്ല, ഇവിടെ പ്രായപൂർത്തിയായ എത്ര പേരുണ്ട്? ഇവിടെ 5 പേരുണ്ട്. അപ്പൊ വല്യമ്മച്ചി, നമുക്ക് നമ്മുടെ സുമിത്ര മേഡത്തിനെ വിജയിപ്പിക്കണം. അതിന് KKBയുടെ തീപ്പെട്ടി ചിഹ്നത്തിൽ തന്നെ മറക്കാതെ കുത്തണം കേട്ടോ. KKBയിലൊക്കെ ഞാൻ കുത്താം. എനിക്കൊരു കിലോ ജിലേബിയും 1 കിലോ ലഡുവും മേടിച്ചു തരണം. അല്ല മേഡം, ഈ ജിലേബി ലഡു ഒക്കെ ഇപ്പൊ എവിടുന്ന കിട്ടുക? രമേശ, ഒരു 500 രൂപ കൊടുക്ക്. അമ്മച്ചി ജിലേബി ലഡു ഒക്കെ മേടിച്ച് കഴിക്കട്ടേന്ന്. എന്റെ ഒട്ട് KKBക്ക് തന്നെയാ. ധൈര്യമായിട്ട് പോയിക്കോളൂ. എന്നാ ശരി, അപ്പൊ മറക്കണ്ട, തീപ്പെട്ടിക്ക് കുത്തണം കേട്ടോ. അതിന് എന്റെ വീട് വണ്ടൂരാണ്. ഞാൻ ഇവിടെ വിരുന്ന് വന്നതാ. നിങ്ങൾ മേടിക്കണ്ട, അവിടെ ഞാൻ KKBക്കേ കുത്തുള്ളൂ. എന്നാ ഈ വീട്ടില് ബാക്കിയുള്ളവരോട് KKBക്ക് കുത്താൻ പറയണം കേട്ടോ. അവര് നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. അവര് മറ്റേ പാർട്ടീന്റെ ആൾക്കാരാ. രമേശ, കൊടുത്ത കാശ് തിരിച്ചു മേടിക്കും. തന്ന കാശ് ഞാൻ തിരിച്ചു തരില്ല. അതെനിക്ക് ജിലേബി മേടിക്കാനാ. നിങ്ങളല്ലേ കട്ടയ്ക്ക് നിൽക്കാൻ പറഞ്ഞത്? ഇപ്പൊ എന്തായി? തിരിച്ച് 500 പോയി കിട്ടി. ഇന്ന് ആരാവോ കണി കണ്ടത്?